മക്കളെ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ജൂലിയ ആർ ലൂണ എന്ന കഹാനിയാണ് നോക്കാൻ പോകുന്നത്. കഹാനിയാണിത്. ഒരു മരത്തിനെ സ്നേഹിച്ച പെൺകുട്ടിയുടെ കഥയാണ്. വളരെ മനോഹരമായ കഹാനിയാണ്. നേഹ സിംഗ് ആണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ വായന നോക്കാം. വായനയ്ക്ക് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം വായന. ഏക് റോസ് കുച്ച് ഹട്ടേ കട്ടേ എന്താണ് വായിക്കുന്നത്? ഹട്ടേ കട്ടേ എന്നാണ് വായിക്കുന്നത്. വരച്ച് കാണിക്കാം. ഹട്ടേ കട്ടേ ആണോ? എന്താണ് ഹട്ടേ കട്ടേ എന്ന് പറഞ്ഞാൽ? ഹട്ടേ കട്ടേ ആത്മി. ഹട്ടേ കട്ടേ എന്നാൽ ബലവാന്മാരായിട്ടുള്ള, ബലിഷ്ഠരായ, ശക്തരായ എന്നുള്ള അർത്ഥം കേട്ടോ. ഹട്ടേ കട്ടേ ആത്മി. ഏക് ബഡേ സേ പേട് കോ. ബഡേ വാ ബായും എസ് ഡായും ആണ് അല്ലേ? ബഡേ സേ പേട് കോ കാട്ടിനെ പഹൂഞ്ചെ. കാട്ടിനെ പറഞ്ഞാൽ മുറിക്കുക. കാട്ടിനെ പഹൂഞ്ചെ. ഏക് ലഡ്കീനെ. ലഡ്കി. ഉനേം ദേഖ് ലിയ. അപ്പൊ ഇതിലെ കഥാപാത്രം ആരാണ്? ലഡ്കിയാണെന്ന് മനസ്സിലായി അല്ലേ? വഹ് ജഡ് പേട് പർ. വഹ് ജഡ് പേട് പർ ചട് ഗയി. ജഡ്. ജഡ് പറഞ്ഞ പെട്ടെന്ന്. വഹ് ജഡ്. ജഡ് ജഡ് പേട് പർ ചട് ഗയി. ആത്മിയോം നെ. യോം. ഇത് യോം എന്നാണ് കേട്ടോ. യോം. യോം എന്താണിത്? യോം. ആത്മിയോം നെ പഹലെ ഉസേ സമझाയ ഫിർ ധമക്കായ ബഹോത്ത് ഡരായ മേം നഹീം ഉദരൂങ്കി. ലഡ്കി ചില്ലായി. ചില്ലായി പറഞ്ഞാല് കൂവി വിളിക്കുക, ആർത്ത് വിളിക്കുക എന്നൊക്കെ പറയും. और एक शाखा पर जा बैठी. आत्मियों ने सोचा आखिर कभी तो. आखिर. आखिर പറഞ്ഞ അവസാനം. आखिर कभी तो उधरेगी तब काटेंगे पेड़ को. दिन हफ्ते महीने बीत गए पर लड़की तो उधरी ही नहीं. लोगों को जब पता चला तो. लोगों को जब पता चला तो उसके लिए गाना പാനി സ്റ്റൗ. എന്താണത്? സ്റ്റൗ. ഇംഗ്ലീഷിൽ പറയില്ലേ അതുപോലെ തന്നെയാണ്. ഹിന്ദിയിൽ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. സ്റ്റൗ. ഗാന പാനി സ്റ്റൗ. സ്റ്റൗ. കിതാബേം. ഗദ്ദ. ഗദ്ദ. കമ്പൽ. ഗദ്ദ. കമ്പൽ. കമ്പൽ. कपड़े सब ले आए. सब ले आए. ശുക്രിയ. ഇതെന്താണ് വായിക്കുന്നത്? ശുക്രിയ. ഇതെന്താണ്? ശുക്രിയ. 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 ലഡ്കി ചഹ് ചഹായി. ശുക്രിയ പറഞ്ഞാൽ നന്ദി എന്നാണ് കേട്ടോ അർത്ഥം. ലഡ്കി ചഹ് ചഹായി. എന്താണ് വായിക്കുന്നത്? ചഹ് ചഹായി. ഉസ്നെ ചിടിയോം കി. ചിടിയ. ചിടിയോം. ചിടിയോം. യോം കണ്ടോ? യാ ഓച്ചിനും പിന്നെ ഒരു ഡോട്ടും കൂടെ ഉണ്ട്. അപ്പൊ യോം. ചിടിയോം. ചിടിയോം കി തര. പേട് പർ അപ്പന. ഗോസല. ഗോസല എടാ. ഗോ പിന്നെ ഒരു ഡോട്ട്. ഗോസല. ബനാലിയ. ബാരിഷ് ആയി. ബാരിഷ്. ബാരിഷ് മഴ. ഇപ്പൊ നല്ല മഴയുള്ള സമയമാണ് അല്ലേ? ബാരിഷ് ആയി. സർദി ആയി. സർദി തണുപ്പ്. ഭയങ്കർ ആന്തി. ആന്തി തൂഫാൻ ആയേ. ആന്തി
തൂഫാൻ, ആന്തി എന്നതും തൂഫാൻ എന്നതും ഒരേ മീനിങ് ആണ് കേട്ടോ. കൊടുങ്കാറ്റ്, ആന്തി തൂഫാനായേ. ബർഫ് പടി, ബർഫ് പറഞ്ഞ മഞ്ഞ്. पर पेड़ ने लड़की को बचाए, पर पेड़ ने लड़की को ഓച്ചിനാണ് പല കുട്ടികൾക്കും മാറിപ്പോകുന്നത്. ഇതാണ് ഓ എന്ന ചിഹ്നം. അത് കായ അക്ഷരത്തിനോടൊപ്പം ആയതുകൊണ്ട് കോ. ബച്ചായേ രഘ और लड़की ने पेड़ को. कहानी पढ़कर सुनाऊं, कहानी पढ़कर सुनाऊं. कभी लड़की पेड़ से पूछती तो, कभी लड़की पेड़ से पूछती तो, कभी पेड़ लड़की को अपने पत्तों से हवा का बहता राग സുനാത്ത. ഹട്ടേ കട്ടേ, ഹട്ടേ കട്ടേ ഇതെന്താ വായിക്കുന്നത്? ഫസ്റ്റ് നമ്മളിത് വായിച്ചിട്ടുണ്ട് അല്ലേ? ഹട്ടേ കട്ടേ, ഹട്ടേ കട്ടേ ആത്മീയോം കെ സേട്ട് നെ, ആത്മീയോം കെ സേട്ട് നെ അജീബോ ഗരീബ്, അജീബോ ഗരീബ് എന്താണ്? അജീബോ ഗരീബ്, അജീബോ ഗരീബ്, അജീബോ ഗരീബ്. തർക്കീബേം, तरकीबें, तरकीबें लगाई. कभी पेड़ के नीचे लाउड स्पीकर, ഇതെന്താണ് വായിക്കുന്നത്? ലൗഡ് സ്പീക്കർ. ഇതെന്താണ്? ലൗഡ് സ്പീക്കർ. ലാ പിന്നെ ഊ പിന്നെ ഡ, ലൗഡ് സ്പീക്കർ. पर तेज ഷോർ, ഷോർ ഇത് ഷോർ എന്നാണ് വായിക്കട്ടോ. ഷോർ പറഞ്ഞാൽ ബഹളം, ശബ്ദം, ബഹളം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഷോർ, ഉച്ചത്തിലുള്ള ശബ്ദം. ഷോർ, ഷോറാണ്, ഷേർ അല്ല. ഷേർ പറഞ്ഞ സിംഹമാണ്. ഇത് ഷോറാണ്. ഷോർ കണ്ട് അങ്ങനെ ഈ അക്ഷരം ഇങ്ങനെ വരണ്ടായാലാണ് ഷാ വായിക്കുക. അതിൻ്റെ അടുത്തൊരു വരയും കൂടെ ഉണ്ട്, പിന്നെ ഓ ചിഹ്നാണ് അത് അല്ലേ? അങ്ങനെ ഓ ചിഹ്നാണ്. അപ്പൊ ഷോ, ഷോ, ഷോർ. ഷോർ മച്ചായ, ഷോർ മച്ചായ. कभी पेड़ के ऊपर, कभी पेड़ के ऊपर. ഹെലികോപ്റ്റർ ഇതെന്താ വായിക്കുക? ഹെലികോപ്റ്റർ. എന്താണ്? ഹെലികോപ്റ്റർ, ഹെലികോപ്റ്റർ എന്താണ് വായിക്കുന്നത്? ഹെലികോപ്റ്റർ. ഉഡാ ഉഡാക്കർ ലഡ്കി കോ രാത് രാത് ഭർ ജഗായേ രഖാ, രാത് രാത് ഭർ ജഗായേ രഖാ. तुम हमारी दोस्ती, तुम हमारी दोस्ती कभी नहीं तोड़ पाओगे, कभी नहीं तोड़ पाओगे. लड़की बुलंद, बुलंद എന്താണ്? बुलंद आवाज में उन्हें कहती, ഉനേം, ഉനേം. ഊ നാ പകുതി ഹാ, ഊ എഴുതിയിട്ടുണ്ട്, പിന്നെ ഞാൻ്റെ പകുതിയാണത്. ഞാന്ന് ഫുള്ളായിട്ട് എഴുതും. എങ്ങനെയാണ്? ഞാന്ന് ഫുള്ളായിട്ട് എഴുതാതെ ഞാൻ്റെ പകുതി ഉണ്ടോ? ഞാൻ്റെ പകുതി ഹാ, പിന്നെ എ ചിഹ്നം ഡോട്ട്. ഉനേം, ഉനേം, ഉനേം കഹത്തി. ഇനി ബാക്കി നോക്കാം. ഉൻകി അനോഖി ദോസ്തി, ഉൻകി ഊ നാ കി ഉൻകി അനോഖി, അനോഖി വിചിത്രമായ, അതുല്യമായ. അനോഖി ദോസ്തി, ദോസ്തി ദോ സാ പകുതി ത, സാ പകുതി തായാണ് കേട്ടോ. ദോസ്തി, സ്തി, സ്തി സാ. സാ നമ്മൾ എഴുതൂല അങ്ങനെ ഫുള്ളായിട്ട്. സാന്ന് എങ്ങനെ ഫുള്ളായിട്ട് എഴുതണത്? എങ്ങനെയാണ് സാന്ന് ഫുള്ളായിട്ട് എഴുതുക? ആ സാൻ്റെ പകുതി ഇങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നിർത്തുക. അത്രയേ ഉള്ളൂ. കണ്ടോ അവിടെ സാ, സോറി ഇവിടെ ഉള്ള സാ. ദോസ്തി സാ പകുതി ത, ദോസ്തി സാ പകുതി എഴുതി, പിന്നെ എൻ്റെ കൂടെ എന്താ എഴുതിയിരിക്കുന്നത്? താന്ന് എഴുതാം. മനസ്സിലായോ? അതാ ദോസ്തി, ദോസ്തി. കാ കിസ്സ, ഇവിടെ സാൻ പകുതി വരുന്നുണ്ട്, രണ്ട് സായാണ് ഇവിടെ. ദോസ്തി കാ കിസ്സ, കിസ്സ പറഞ്ഞ കഥ. ദോസ്തി കാ കിസ്സ. ദുനിയാ ബർ മേം, ദുനിയാ ബർ, ദുനിയാ ബർ ബർ, ദുനിയാ ബർ മേം മशहूर हो गया, मशहूर, 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 मशहूर हो गया. उनके ഇർദ് ഗിർദ് എന്താണ്? ഉൻകെ ഇർദ് ഗിർദ്. ഈൻ്റെ ഇർച്ചിനാണ് അത് അവിടെ മുകളിൽ കണ്ട അങ്ങനെ ഒരു കൊക്ക പോലെ.
അത് ഈ കഴിഞ്ഞിട്ടുള്ള ഇർ എന്നുള്ള ചിഹ്നമാണ്. ഇർദ് ഗിർദ് ഗ കഴിഞ്ഞിട്ടുള്ള ഇർ ചിഹ്നാണിത്. ഇർദ് ഗിർദ് ഇർദ് ഗിർദ് എന്താ വായിക്കുന്നത്? ഇർദ് ഗിർദ് ഇർദ് ഗിർദ്. അസാരോം ലോഗ് ഇഗട്ട ഹോനയിലേക്ക്. ഇഗട്ട 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 പറഞ്ഞാൽ ശേഖരിക്കുക. ഇഗട്ട ഹോനയിലേക്ക്. ഹട്ടേ കട്ടേ നമ്മൾ നേരത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഇത് വായിക്കുന്നത് അല്ലേ? ഹട്ടേ കട്ടേ हट्टे कट्टे आत्मियों हट्टे कट्टे आत्मियों और उनके सेठ को लड़की पेड़ उनकी दोस्ती और उनके आसारों दोस्तों से डर लगने लगा था ദോസ്തി ദോ പിന്നെ സാ പകുതി താമ്പിള നേരത്തെ നോക്കിയതാണ്. ദോസ്തി അതുപോലെ തന്നെ ദോസ്തോം സാ പകുതി ത ദോസ്തോം. ഹസാരോം 738 അല്ലേ? ദിനോം തക്ക് पेड़ काटने का इंतजार प्रतीक्षा इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे वादा करो यहाँ के किसी भी पेड़ को यहाँ के किसी भी पेड़ को कभी नहीं काटोगे എന്നാണത് കാട്ടിനെ മുറിക്കുക കാട്ടോगे. लड़की ने सेठ से वादा ले लिया सारे पेड़ बच गए उस लड़की का नाम जूलिया है और पेड़ का नाम है लूना. पेड़ का नाम लूना. दोनों आज भी पक्के दोस्त है. ഇത്രയാണ് നമ്മളുടെ ഈ കഹാനി ഉള്ളത്. വളരെ മനോഹരമായ ഒരു കഹാനിയാണ്. കണ്ടോ, വലിയ മരമാണ്. മരത്തിന് മുകളിൽ ആരൊക്കെയാണ് ഉള്ളത് നോക്ക്. മരത്തിന് മുകളിൽ പക്ഷികൾ അല്ലെ, ഒരുപാട് പക്ഷികളൊക്കെ അവിടെ ആ മരത്തിന്റെ ചില്ലയിൽ കൂട് കൂട്ടി നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ കഥ. ഇതിന് എന്താ പറയുന്നത്, മലയാളത്തിൽ വിശദമായിട്ട് അടുത്ത ക്ലാസ് ചെയ്യുന്നതാണ്. ഇത് വായനയായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി ഇത് ശരിക്കും വായിച്ച് പഠിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ച് പഠിക്കണം. വായന റെഡിയാൽ മാത്രമേ നിങ്ങൾക്ക് ഹിന്ദിയിൽ മാർക്ക് ശരിക്കും വാങ്ങാൻ പറ്റുള്ളൂ. അക്ഷരങ്ങൾ വായന റെഡിയായിട്ട് വരണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം.